ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക വറവിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. വറവ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? ചില നാട്ടിൽ ഉപ്പേരി നോക്കി പറയും കേട്ടോ. നമ്മളിവിടെ വറവ് എന്നാട്ടോ പറയാം. സംഭവം നല്ല ടേസ്റ്റി, ഒരു കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ അതിന് മുമ്പ് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഇതാ 2 മീഡിയം സൈസ് കയ്പ്പക്ക കേട്ടോ എടുത്തിട്ടില്ല. അത് ഇതാ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചെറിയുള്ളി കേട്ടോ എടുത്തിട്ടുള്ള. നിങ്ങളെടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ സാധാ ഉള്ളി എടുത്താൽ മതി. അതും പകുതി, ഒരു മീഡിയം സൈസിൻ്റെ പകുതി എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ തക്കാളി കേട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത തക്കാളി പുളിയുള്ള തക്കാളി കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമില്ല പച്ചമുളകും കറിവേപ്പില അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ മൺചട്ടി എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നേരം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടി കേട്ടോ. അതൊന്ന് പൊട്ടി വരുന്ന ടൈം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൈപ്പക്കയും തക്കാളി പച്ചമുളക് ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഈ ടൈം ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഇതൊന്ന് ഒരു വാടി വരുന്ന ടൈം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കില്ലേ 1 മിനിറ്റ് നമുക്കിത് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഈ ടൈം ആട്ടോ ഞാനിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ കയ്പൊക്ക വേവിച്ചെടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഇതാ 1 മിനിറ്റിന് ശേഷം ഞാൻ തുറക്കാം കേട്ടോ. സംഭവം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വേവിച്ചെടുക്കാന്ന് വെച്ചാൽ നല്ലോണം ഈ ഒരു ഇത് മതി കേട്ടോ. കൂടുതലായിട്ട് ചളിച്ചെടുക്കേണ്ടെന്ന് കേട്ടോ ഞാൻ ചളിച്ചെന്ന് പറഞ്ഞാൽ കൂടുതൽ ഉടച്ചെടുക്കേണ്ടെന്ന് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. ഇതാ ഈ ഒരു ടൈം തന്നെ കഴിച്ച് നോക്കുമില്ലേ ഇതിനൊരു കയ്പ്പ് ഉണ്ടാവില്ല. ഇനി ഇതാ തേങ്ങയും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.